പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് കാരണമായ ഒരു മണ്ഡലം പിണറായി വിജയൻ എന്ന വിജയൻ മത്സരിച്ച ധർമ്മടം മണ്ഡലമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് 50,123 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പിണറായി വിജയൻ ജയിച്ചത്. വിജയന് 2021 കിട്ടിയത് 59.61% വോട്ടാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 28.33%. എന്നാൽ 2021 80,000 വോട്ടിന് ജയിച്ച വിജയന് 2026 വെറും 19,247 വോട്ടിനാണ് ജയിക്കാൻ കഴിഞ്ഞത്. ആലോചിച്ച് നോക്കണം, 3ാം തവണ മുഖ്യമന്ത്രിയാകാൻ മുണ്ടും മടക്കി കുത്തിറങ്ങിയ വിജയൻ്റെ ഭൂരിപക്ഷം 50,000 വോട്ടിൽ നിന്ന് 19,000 വോട്ടിലേക്ക് കുറഞ്ഞു. നമുക്കറിയാം, അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവിടെ ഉയർത്തിയ വലിയ വെല്ലുവിളി ഏതാണ്ട് 6 റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് ഭൂരിപക്ഷത്തിലേക്ക് തന്നെ വന്നത്. 2021 59% വോട്ടാണ് 59.6% വോട്ടാണ് വിജയന് കിട്ടിയതെങ്കിൽ 2026 അത് 49.87% വോട്ടായി കുറഞ്ഞു. ഏതാണ്ട് 10,000 വോട്ടിൻ്റെ കുറവ്. 2021 95,522 വോട്ട് കിട്ടിയത് 2026 ആയപ്പോൾ 85,000 വോട്ടായി കുറഞ്ഞു. എന്നാൽ മറുഭാഗത്ത് 2021 കോൺഗ്രസ്സിന് ധർമ്മടത്ത് 45,399 വോട്ടാണ് കിട്ടിയതെങ്കിൽ 2026 ആയപ്പോൾ അത് 66,367 വോട്ടായിട്ട്. അതുകൊണ്ട് 11,000 വോട്ട് UDF കൂടിയപ്പോൾ LDF 10,000 വോട്ട് കുറഞ്ഞു. BJPയുടെ വോട്ട് 9% ഏതാണ്ട് 10-11% കൂടി, അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ തിരിച്ചടിയാണ് വിജയന് 2026 തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഉണ്ടായത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, 2026 തെരഞ്ഞെടുപ്പിൽ ഈ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് ഒരു അട്ടിമറിയിലൂടെയാണ് എന്നാണ്. അട്ടിമറിയിലൂടെ അവിടെ മത്സരിച്ച ചെറുപ്പക്കാരനായിട്ടുള്ള അബ്ദുൾ റഷീദ് അയാളത് സൂചിപ്പിച്ചു. പക്ഷേ അത് വലിയ കാര്യമായിട്ടൊന്നും ആളുകൾ ശ്രദ്ധിച്ചില്ല. ചെറുകിടക്കാരനല്ല ഈ അബ്ദുൾ റഷീദ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ മറ്റൊരു CPMൻ്റെ ഇടതുപക്ഷ കോട്ടയിൽ MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ തലമുതിർന്ന നേതാവുമായി മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പകുതിയായി കുറച്ച ഒരു നേതാവാണ് അബ്ദുൾ റഷീദ്. അബ്ദുൾ റഷീദ് തവണ ധർമ്മടം മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഒരു ചലനവും അബ്ദുൾ റഷീദ് ഉണ്ടാക്കും എന്നാരും കരുതിയില്ല. അതുകൊണ്ട് തന്നെ നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള VD സതീശനും പ്രധാനപ്പെട്ട ആരും ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആകപ്പാടെ രമേശ് ചെന്നിത്തല മാത്രമാണ് അവിടെ പോയത് എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ 61 മണ്ഡലങ്ങളിൽ റോഡ് ഷോ നടത്തിയ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ ആവേശമുണ്ടല്ലോ, അയാൾ പോലും ധർമ്മടം മണ്ഡലത്തിലേക്ക് കടന്നു ചെന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ധർമ്മടം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ആ ചെറുപ്പക്കാരൻ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാനത് വീഡിയോ ആക്കുകയും ചെയ്തിരുന്നു. ധർമ്മടത്തു നിന്ന് ഈ UDFൻ്റെ ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ജയിക്കും എന്ന് പറഞ്ഞു വരെ വീഡിയോ ചെയ്ത ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഞാൻ. എന്തായാലും വലിയ ഒരു വിസ്ഫോടനമാണ് അബ്ദുൾ റഷീദ് അവിടെ ഉണ്ടാക്കിയത്. 50,000 വോട്ടിന് അവിടെ ജയിച്ച വിജയൻ്റെ ഭൂരിപക്ഷം 19,000 വോട്ടിലേക്ക് കുറയ്ക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും കൂടെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയനെ തോൽപ്പിക്കുന്ന ഒരു ജയൻ കില്ലറായി ഈ അബ്ദുൾ റഷീദിന് മാറാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 19 ബൂത്തുകളിൽ 190 ബൂത്തിലധികം ബൂത്തുകൾ ആ മണ്ഡലത്തിലുള്ളതിൽ ഒരു 19-ലധികം ബൂത്തുകളിൽ UDF ബൂത്ത് ഏജന്റുമാരെ ഇരുത്താൻ കഴിഞ്ഞില്ലെന്നും ആ മണ്ഡലങ്ങളിലെ ആ ബൂത്തുകളിലെ 50ഓളം ബൂത്തുകളിലെ ഭൂരിപക്ഷം കൊണ്ടാണ് വിജയൻ ജയിച്ചതെന്നും ഇത് അട്ടിമറി വിജയമാണെന്നും ഇത് അട്ടിമറി വിജയമാണെന്നും ഒരു വിജയമാണെന്നും അബ്ദുൾ റഷീദ് പറഞ്ഞിരുന്നു. പക്ഷേ അത് ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ് ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്, അബ്ദുൾ റഷീദ് ഉന്നയിച്ചിട്ടുള്ള ആരോപണം
ശരിയായിരുന്നു എന്നുള്ളതിൻ്റെ ചില ഞെട്ടിക്കുന്ന തെളിവുകളാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഇവിടെ എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ 2026 ധർമ്മടത്തെ ബൂത്ത് തല കണക്കുകൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ബൂത്ത് തല കണക്കുകൾ ഞാൻ വിശദമായി എടുത്ത് ഒന്ന് പരിശോധിച്ചു നോക്കി. പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ധർമ്മടത്ത് 198 ബൂത്തുകൾ ഉണ്ട് എന്നാണ്. 198 ബൂത്ത്. ആ ബൂത്തുകളിലെ 2026 വിജയനും അബ്ദുൾ റഷീദിനും കിട്ടിയ വോട്ട് ഞാനൊന്നെടുത്ത് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന പല കണക്കുകളും അതിൽ നിന്ന് പുറത്തു വന്നു. അത് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അട്ടിമറിയിലേക്ക് ഞാൻ കടക്കാം. സുഹൃത്തുക്കളെ, അതിൽ 49ാമത്തെ ബൂത്ത്, 49ാമത്തെ ബൂത്ത്, ആ ബൂത്തിൽ 619 വോട്ടുകളാണുള്ളത്. 619 വോട്ടുകളുള്ളതിൽ ഈ വിജയന്, ഈ കാരണഭൂതന്, 3ാം തവണ മുഖ്യമന്ത്രിയാവാൻ ഇറങ്ങിയ ഈ വിജയന് ഈ 619 വോട്ടിൽ എത്ര വോട്ടാണ് കിട്ടിയെന്നറിയാമോ സുഹൃത്തുക്കൾക്ക്? വെറും 84 വോട്ട് എന്ന് പറഞ്ഞാൽ ആ ബൂത്തിലെ 13.6% വോട്ടാണ് വിജയന് കിട്ടിയത്. അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് 85% വോട്ടും കിട്ടിയത്. 3ാമത്തെ ബൂത്തുണ്ട്. 3ാമത്തെ ബൂത്തിൽ 776 വോട്ടുണ്ട് 3ാമത്തെ ബൂത്തിൽ. അതിൽ 144 വോട്ടാണ് വിജയന് കിട്ടിയത്. 551 വോട്ടും അബ്ദുൾ റഷീദിനാണ് കിട്ടിയത്. 44ാമത്തെ ബൂത്ത് നോക്കൂ. അവിടെ 675 വോട്ടുള്ളതിൽ വിജയന് കിട്ടിയത് 143 വോട്ട്. 50ാമത്തെ ബൂത്ത്, അതിൽ 632 വോട്ടുള്ളതിൽ വിജയന് കിട്ടിയത് 191 വോട്ടും അബ്ദുൾ റഷീദിന് കിട്ടിയത് 434 വോട്ടും. ഇനി 57ാമത്തെ ബൂത്ത് നോക്കൂ. അവിടെ 814 വോട്ടുള്ളതിൽ 668 വോട്ട് അബ്ദുൾ റഷീദിന് കിട്ടിയപ്പോൾ വിജയന് കിട്ടിയത് 141 വോട്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കണക്കുകൾ കുറച്ചുകൂടെ വിശദമായി പരിശോധിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് അവിടെ നടന്നിട്ടുള്ള അട്ടിമറിയുടെ കൃത്യമായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ എനിക്ക് കിട്ടിയത്. ഞാൻ ആ ബൂത്തുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ആ ബൂത്തിൽ ആദ്യത്തെ ബൂത്തുകളുടെ കണക്കുകൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ആദ്യത്തെ 140 ബൂത്തുകളിൽ 59 ബൂത്തുകളിലും UDF-നായിരുന്നു ഭൂരിപക്ഷം. അതായത് ആദ്യത്തെ 140 ബൂത്തുകളിൽ 42% ബൂത്തുകളിലും UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അബ്ദുൾ റഷീദിനായിരുന്നു ഭൂരിപക്ഷം. എന്നാൽ പിന്നീടുള്ള 57 ബൂത്തുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ അതിൽ 2 ബൂത്തുകളിൽ മാത്രമാണ് അബ്ദുൾ റഷീദിന് ഭൂരിപക്ഷം ലഭിച്ചത്. നമ്മൾ ഓർക്കണം, ആദ്യത്തെ 140 ബൂത്തുകളിൽ 42% ബൂത്തുകളിലും UDF-ന് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ അടുത്ത 57 ബൂത്തുകളിൽ വെറും 3.3% ബൂത്തുകളിൽ മാത്രമാണ് സുഹൃത്തുക്കളെ UDF-ന് ഭൂരിപക്ഷം കിട്ടിയത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസാനത്തെ 50-ലധികം ബൂത്തുകളിലാണ് UDF-ന് ബൂത്ത് ഏജന്റുമാരെ ഇരുത്താൻ കഴിയാതിരുന്നത് എന്നാണ്. ആ ബൂത്തുകളിലെ വമ്പൻ ഭൂരിപക്ഷം കൊണ്ടാണ് കഷ്ടിച്ച് 19,000 വോട്ടിന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിജയന് വിജയിക്കാൻ കഴിഞ്ഞത്. അതിൽ ഒരു 10-50% ബൂത്തിലും വലിയ തോതിൽ വോട്ട് വിജയന് കിട്ടിയിട്ടുണ്ട്. വലിയ തോതിൽ വോട്ട്, ഏതാണ്ട് ഒരു 70%-ലധികം വോട്ട് വിജയന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കാണാൻ കഴിയും? വളരെ കൃത്യമല്ലേ ഇതിനകത്ത് അട്ടിമറി. ആദ്യത്തെ 140 ബൂത്തിൽ 42% ബൂത്തുകളിലും UDF-ന്റെ മുന്നേറ്റം. എന്നാൽ പിന്നീടുള്ള 57 ബൂത്തിൽ വെറും 3% ബൂത്തിൽ മാത്രം UDF-ന് ഭൂരിപക്ഷം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ? കേരളത്തിലെ ഇരട്ടച്ചങ്കൻ, 3ാം തവണ മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിത്തിരിഞ്ഞ വിജയൻ അവസാനത്തെ 50 ബൂത്തുകളിൽ നടത്തിയ കള്ളവോട്ട് കൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഈ ബൂത്ത് തല കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ 140 ബൂത്തിൽ ഏതാണ്ട് ഒരു 50%-ഓളം ബൂത്തുകളിൽ UDF-ന് ഭൂരിപക്ഷം, ഏതാണ്ട് 42%-ഓളം ബൂത്തുകളിൽ UDF-ന് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ പിന്നീടുള്ള 57 ബൂത്തിൽ വെറും 3% ബൂത്തുകളിൽ മാത്രം UDF-ന് ഭൂരിപക്ഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയൻ എന്ന് പറഞ്ഞ ഈ CPM-ന്റെ അതികായൻ, ഏറ്റവും മുതിർന്ന നേതാവ്, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന വിജയൻ, 3ാം തവണ അധികാരത്തിലേക്ക് വരാൻ മപ്പടിച്ചു നിന്ന വിജയൻ കള്ളവോട്ടിലൂടെയാണ് ധർമ്മടം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ വിജയിച്ചത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന ബൂത്ത് തല കണക്കുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.